അത് വളരെ വൃത്തിയായിട്ട് ആ റൂം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചു. ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരും. എവിടെ ഇനിയിപ്പോ ഇതിലും വലുതൊന്നും വരാനില്ലല്ലോ. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളൂ. ക്ലീൻ ആണോ റൂം? ഒട്ടും ക്ലീൻ അല്ല. അല്ല, ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ബാക്കിയുള്ളത് ആ ഡ്രസ്സ്, ഇതെല്ലാം ഈ ട്രേ എല്ലാം ജാസ്മിന്റെ ഡ്രസ്സുകളാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത്. എന്നെ പൂഴ്ത്തി പറയാൻ എനിക്ക് ഇഷ്ടമല്ലാട്ടാ. അതെന്താ എന്താന്ന് അറിയില്ല. ആ ഡ്രസ്സുകളെല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ഇയാളൊരു മഹാനായി മാറി. നല്ല ഏറ്റവും നല്ല ഭംഗിയുണ്ട്. ഞാൻ വിചാരിച്ചു എന്തോ ഒരു മോഡേൺ ആർട്ടാണ് എന്തോ നിങ്ങൾ പ്ലാൻ ചെയ്ത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഡ്രസ് അവിടെ കാണുന്നില്ല. എവിടെ ജിൻഡോയുടെ ഡ്രസ് ഉണ്ടോ? ഓക്കെ, ജിൻഡോ. പക്ഷെ ഏറ്റവും കൂടുതൽ ജാസ്മിന്റെ ഡ്രസ്സാണ്. ഇവന്റെ അപ്പൂപ്പനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. എനിക്ക് അപ്പൂപ്പ ഇല്ല. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സിവിക് സെൻസ് എന്ന് പറയും, നമ്മുടെ വീട്ടിൽ പഠിപ്പിക്കുന്ന. എന്താ ജാസ്മിൻ ഇങ്ങനെ? പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. പൊന്നേട്ടാ, എനിക്കറിയാൻ പാടില്ല. എന്റെ 2-3 ഡ്രസ്സ് അവിടെ ഇരിപ്പുണ്ട്. ബാക്കിയെല്ലാം ഞാൻ എടുത്തു വെച്ചതാണ്. ബാസ്ക്കറ്റുകളെല്ലാം ഞാൻ ആരെങ്കിലും എടുത്തിട്ടാണോ? ഒന്ന് ഷീറ്റൊക്കെ മടക്കി വെച്ചൂടെ? എന്താ ചോദിക്കുമ്പോ നിങ്ങൾക്കൊരു ദേഷ്യം പോലെ കാണിക്കുന്നത്? ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഞാൻ പറയുന്നത്, അല്ല നിങ്ങളെ വേണ്ട ദേഷ്യപ്പെടാൻ വേണ്ടി പറയുന്നത്. അല്ലേ, കലിപ്പ് തീരണില്ലല്ലേ? അതെന്താ ചെയ്യാത്തത്? അത് ചെയ്യണ്ടേ എന്നല്ലേ ചോദിക്കുന്നത്? നീ നോക്കിയോ, ഞാൻ ഇവിടെ പുറത്തു പോകുമ്പോ പുതിയൊരു മനുഷ്യനാവും. സിഗരറ്റ് വലിയില്ല, വെള്ളം അടിയില്ല, ഒന്നും. ഇപ്പൊ ഇനി മുതല് ഫുൾ കഞ്ചാവ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.